സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തിലെ 2025 മാർച്ച് മാസം 29-ാം തീയതി വരെ ഉള്ള ശനിയുടെ സ്ഥിതി, ഗതി, അവസ്ഥ എന്നിവയെ പറ്റിയാണ്. പൂരാട നക്ഷത്രം ധനുക്കൂറാണ്. ധനുക്കൂറിന്റെ 3-ലെ ശനിയായിരുന്നു നമുക്ക് കഴിഞ്ഞ 1.5 കൊല്ലം വരെ ഉണ്ടായിരുന്നത്. ഇനിയും ഒരു കൊല്ലം കൂടെ ശനി ആ ഭാഗത്ത് നിൽക്കുന്നു. 3-ലെ ശനി. ചിലർ പറയും മുച്ചാണി വെച്ച് വാഴും. അപ്പം ഇതുവരെ നമുക്ക് ചെറിയ ക്ലേശങ്ങളും ധനനഷ്ടങ്ങളും സഹായത്തിന് കുറവുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ശനി കൂടുതൽ ഇവർക്ക് കർമ്മമേഖലകളിലും അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാർ ഇവരുടെ ബന്ധുക്കളിൽ നിന്നും ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോവുകയാണ്. എന്തെന്നാൽ 3-ൽ ശനി നിൽക്കുന്നു. അത് സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ശനിയുടെ ദോഷം ഇവർക്ക് ഇനി ഉള്ള കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും. വ്യാഴൻ 6-ൽ ഇപ്പോൾ നിൽക്കുന്നു എങ്കിലും അതിന് ശനിയുടെ ബലം കൊണ്ട് വ്യാഴന്റെ ദോഷം ഇവർക്ക് വലുതായി ബാധിക്കുകയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലം വ്യാഴൻ അനുകൂലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ആഡംബരമായ പല നല്ല കാര്യങ്ങളും നടത്താൻ സാധിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി രക്ഷിതാക്കൾ പൈസ കൊടുക്കുകയും അവരെ വിദേശത്തയക്കുകയും അവരവിടുന്ന് പഠിച്ചു വരികയും അതുപോലെ തന്നെ അതിൻ്റെ ബാധ്യതകൾ ചിലപ്പം വരും. ഭവനം വച്ച് അതിൽ ചില ബാധ്യതകൾ വരും. അതെല്ലാം ഈ വർഷം നമ്മളുടെ അധ്വാനവും വളരെ പരിശ്രമവും കൊണ്ട് അവയെല്ലാം പരിഹരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഇനി അനുകൂല സമയമാണ്. പുതിയ കൃഷി സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അവിടെ നാണ്യങ്ങൾ വച്ച് വളർത്തി അതിനെ വലുതാക്കുകയും അതിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കുവാനുള്ള യോഗവും കാണപ്പെടുന്നു. അതുപോലെ കർഷകർക്ക് കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ കഴിഞ്ഞ വർഷം വളരെ മോശമായിരുന്നു. അത് മാറി ഇപ്പോൾ അനുകൂലമായി വരുന്ന സമയവുമാകുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠനം ഇടവിട്ട് മുടക്കം വന്നിരുന്നു. അത് ഇപ്പോൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. ശനിയെ പറ്റി പറയുമ്പോൾ ശനി പൊതുവെ ആദ്യം തടസ്സവും പിന്നീട് ലാഭവും ഉണ്ടാക്കും. ഇവർക്ക് കുറച്ചു കാലം കുറച്ച് ധനനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ മാറുകയും സുഖമായ അനുഭവത്തിലേക്ക് പോകുവാനുള്ള ഒരു പാത തുറക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക്, അതായത് സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നവർക്ക് വിദ്യാപൂർത്തീകരണത്തിനും അതിൽ നിന്നുള്ള തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിവാഹത്തിന് നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങൾ തടസ്സം കൂടാതെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ കാലങ്ങളിൽ നടക്കുവാനുള്ള യോഗവും പൂർണ്ണമായി കാണപ്പെടുന്നു. സന്താന തടസ്സങ്ങൾക്കും അനുകൂലമായ സമയമാണ്. തടസ്സങ്ങൾ മാറി അവർക്ക് അനുകൂലമായ അവസ്ഥകളിലേക്ക് ചെന്നെത്തിക്കുന്നു. പൊതുവെ കലാകാരന്മാർക്കും കായിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് കുടിൽ വ്യവസായം, കാർഷിക വ്യവസായം ഇവർക്കെല്ലാം സമയം അനുകൂലമായി വരുന്നു. ഇനിയുള്ള ഒരു കൊല്ലം ഇവർക്ക് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം കാര്യങ്ങൾ വിജയിച്ചു വരും. ചിലർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരുണ്ട്. അവർക്കും വലിയ പൈസ മുടക്കാതെ അവരുടെ തൊഴിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. ഉദ്യോഗ പ്രമുഖർക്ക് ഉദ്യോഗത്തിന് വിജയവും ചിലർക്ക് പ്രൊമോഷനും ചിലർക്ക് സ്ഥലം മാറ്റത്തിനും അനുകൂലമായ സമയമാകുന്നു. ധനുക്കൂർ ആയ ഇവർ പൊതുവെ വ്യാഴന്റെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ഇവർ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും ശിവവചനം നടത്തുകയും ചെയ്താൽ അനുകൂലങ്ങൾ കൂടുതൽ വന്നു ചേരും. അഭിനയരംഗം, നൃത്തരംഗം, നാടകരംഗം
ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയങ്ങൾ ആണ് കാണുന്നത്. അതുപോലെ ഗ്രന്ഥരചന, പിന്നെ ഗാനരചന ഇവയെല്ലാം നടത്തുന്നവർക്ക് സെപ്റ്റംബറോടുകൂടി വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ പാറ, നമ്മൾ പറയും ക്വാറി, ഇത് നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ബിസിനസ് നടത്തുന്നവർക്കും കാലം അനുകൂലമാകുന്നു. പൊതുവെ 22, 23 കാലങ്ങളിൽ സ്ത്രീകൾക്ക് തൊഴിൽ യോഗവും അതോടൊപ്പം വിവാഹവും, പുരുഷന്മാർക്ക് 24, 25 വയസ്സിൽ തൊഴിൽ യോഗവും 27-നകത്ത് വിവാഹവും കാണപ്പെടുന്നു. ശേഷം സന്താന യോഗവും സന്താന ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള കാലമാണ്. പൂർവ്വമായി സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള യോഗവും, സഹോദരങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആനുകൂല്യങ്ങളും, സഹോദരങ്ങളിൽ നിന്ന് സ്വത്തുക്കൾ വാങ്ങുവാനോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സഹായം കൊണ്ടോ സ്വത്തുക്കൾ കിട്ടുവാനും ഉള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു. പൊതുവെ ഏത് പ്രവൃത്തിക്കും അനുകൂലമായ കാലഘട്ടമാകുന്നു. വ്യാഴം 6-ലാണെന്നും പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പഴയ ബാധ്യതകളെല്ലാം ഒരു കൊല്ലത്തിനകത്ത് അടച്ചു തീർക്കുവാനും പുതിയ സംരംഭങ്ങൾ നല്ല രീതിക്ക് സെപ്റ്റംബർ മുതൽ കൊണ്ടുപോകുവാനും സാധിക്കും. സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ നിന്ന് നേട്ടവും ആനുകൂല്യങ്ങളും വരും. ITA, പൊതുമേഖല, ഇരുമ്പ് ബന്ധമുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാകുന്നു. വിദേശത്ത് പോകുന്നവർക്ക് വലിയ പൈസ മുടക്കാതെ പോകുന്നത് ഉത്തമമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ നേട്ടം പ്രതീക്ഷിക്കുന്നതിൽ ഉപരി നേട്ടവും ഭാഗ്യവും വിദേശത്ത് നിന്ന് ഉണ്ടാകും. ധനലാഭം, ഇവിടെ ഗ്രഹത്തിന് നന്നാക്കാനുള്ള യോഗം, ഇവയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് അനുകൂലമാണ്. 35, 38, 40, 50 ഈ പ്രായത്തിലുള്ളവർക്ക് വളരെ ഉത്തമവും, സന്താനങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസകൾ ചിലവാക്കി അവർക്ക് തൊഴിൽ സംഘടിപ്പിക്കുവാനുള്ള പഠനം നടത്തിപ്പിക്കുവാനുള്ള ഭാഗ്യയോഗവും കാണപ്പെടുന്നു. 50 വയസ്സിനും 60, 70 ഈ കാലങ്ങളിലുള്ളവർക്കും രോഗത്തിന് ശമനവും ശക്തിയും പുതിയ ചെറിയ ചികിത്സകൾ കൊണ്ട് വാതരോഗം, കഫരോഗം, അതുപോലെ തന്നെ അലർജി സംബന്ധമായ രോഗങ്ങൾ എന്നിവയെല്ലാം മാറ്റുവാൻ സാധിക്കും. മരുന്നിൻ്റെ ഡോസും പൊതുവെ കുറയ്ക്കുവാനും സാധിക്കും. 65, 70, 75 ഈ പ്രായമുള്ളവർക്കും പൊതുവെ കാലം അനുകൂലമായി തന്നെ ഇനി പ്രതീക്ഷിക്കാം. കാരണം ശനി വളരെ അനുകൂലാവസ്ഥയിലേക്ക് നടന്ന് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. പൊതുവെ സാത്വികരും ഭക്തരും ബുദ്ധിമാന്മാരും കൃത്യനിഷ്ഠയുള്ളവരുമാകുന്നു ധനുലഗ്നത്തിൽ പിറന്ന പൂരാട നക്ഷത്ര ജാതകം. പൂരാട നക്ഷത്ര ജാതകം പൊതുവെ ഭാഗ്യവന്മാരുടെയും ഭാഗ്യവതികളുടെയും നക്ഷത്രമെന്ന് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് വിവാഹ സംബന്ധിയായി 9 നക്ഷത്രങ്ങൾ ചേർക്കുവാൻ പാടില്ല. ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര, ഉത്രട്ടാതി. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ വരുമ്പോൾ വളരെ പൊരുത്തം നോക്കിയും കൃത്യമായിട്ട് ഘടനകൾ നോക്കിയും വിവാഹം നടത്താവൂ. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ യാത്ര, വിദേശയാത്ര, സ്വദേശയാത്ര, തീർത്ഥയാത്ര, പുണ്യസ്ഥല ദർശനം, ഇതിനെല്ലാം കാലം അനുകൂലമാകുന്നു. ഗ്രഹത്തിൽ വാഹനം വരുവാനുള്ള യോഗവും സൽസന്താന ജന്മവും സെപ്റ്റംബറിന് ശേഷം അനുകൂലാവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ചെറിയ ചെറിയ ചികിത്സ കൊണ്ട്
അവ നേടുവാൻ സാധിക്കും. പൊതുവെ വിഷ്ണുവിൻ്റെയും ശാസ്താവിൻ്റെയും സഹായത്താൽ ഇവർക്ക് പൂർണ്ണ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. ഇവർ പല കാര്യത്തിലും കൂടുതൽ ചിന്തിക്കുന്നവരും ആ ചിന്തയിൽ കൂടെ കാര്യങ്ങൾ നിറവേറ്റുകയും അതുപോലെ തന്നെ അധ്വാനത്തിനും പുറകോട്ടല്ല, മുന്നോട്ട് തന്നെയാണ്. ഇവർ ദാനശീലന്മാരും ഭക്തരും ശക്തിയുള്ളവരും ബുദ്ധിമാന്മാരും ആകുന്നു. ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ശുക്രൻ 20 കൊല്ലം, അതിൻ്റെ ഏതാണ്ട് പാതി എടുക്കാം, നമുക്ക് 10 കൊല്ലം വയ്ക്കാം. അത് കഴിഞ്ഞാൽ ആദിത്യദശ 6 കൊല്ലം, ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 കൊല്ലം, അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർദശ, അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ, അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശനി, പിന്നെ ബുധൻ. ഇങ്ങനെ അവരുടെ ദശാനാഥന്മാർ കടന്നു പോവുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ശബരിമല അയ്യപ്പനെയും അടുത്തുള്ള പുണ്യ നാഗർ ക്ഷേത്രങ്ങളിൽ തൊഴുകയും ശാസ്താവിന് നീലാഞ്ജനവും നൽകി ഇവരുടെ ശനിദോഷങ്ങൾക്കും മറ്റ് കുടുംബദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിക്കൊള്ളേണ്ടതാണ്. ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ശനീശ്വരൻ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും മലയൻകീഴ് പുരുഷോത്തമൻ.